തിരുവനന്തപുരം ജില്ലയിൽ വർക്കല, അയിരൂർ, ഹരിഹരപുരം, സെന്റ് തോമസ് ചർച്ച് പള്ളിത്തൊടിയിൽ ഇടവ നടയാറക്കായലിന്റെ വശ്യമനോഹാരിതയിലൂടെ ഒരു ബോട്ട് യാത്ര. അതിവിശാലമായ കായൽപ്പരപ്പിലൂടെ അതിമനോഹരമായ കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ട് ഒരു ഉല്ലാസ ബോട്ട് യാത്ര. പള്ളിത്തൊടി ബോട്ട് സർവീസസ്, ഹരിഹരപുരം. ഇടവ നടയറക്കായൽ. കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിൽ തീർത്ഥാടന ടൂറിസം കേന്ദ്രമായ വർക്കലയിൽ അയിരൂർ വഴി ഹരിഹരപുരത്തെത്തിയാൽ പ്രകൃതി സുന്ദരമായ കുന്നിൻപുറത്ത് അയിരൂർ സെന്റ് തോമസ് ചർച്ച് സ്ഥിതി ചെയ്യുന്നു. ഈ ദേവാലയത്തിൻ്റെ അധീനതയിലുള്ള പള്ളിത്തൊടി ഗ്രോട്ടോ ഇടവ നടയറക്കായലിൻ്റെ കരയിലാണ്. പള്ളിത്തൊടി ബോട്ട് സർവീസ് ആൻഡ് സീ ഫുഡിൻ്റെ ബോട്ട് വാടകയ്ക്കെടുത്താൽ വശ്യമനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളും തണുത്ത കാറ്റും ഏതൊരു ടൂറിസ്റ്റിനെയും അത്യധികം ആകർഷിക്കുന്ന ഘടകങ്ങളാണ്. തിരുവനന്തപുരം ജില്ലയിലെ നാവായിക്കുളത്തു നിന്നും ഉത്ഭവിക്കുന്ന തെക്കൻ കേരളത്തിലെ ഏറ്റവും ചെറിയ പുഴയായ അയിരൂർ പുഴ ഈ കായലിലാണ് വന്നുചേരുന്നത്. ഇതിനു മുൻപുള്ള ഭാഗമാണ് കായൽപ്പുറം. അയിരൂർ പുഴ അവസാനിക്കുന്ന ഭാഗം കഴിഞ്ഞാൽ കുരിലിലായി. ഇവിടെ നിന്നാണ് ദേശീയ ജലഗതാഗത പാത തിരുവനന്തപുരത്തേക്ക് നീളുന്നത്. നടയറ കഴിഞ്ഞാൽ വർക്കലയിലെ വലിയ തുരപ്പായി. നടയറക്കായലിൽ കുരിലിൽ കഴിഞ്ഞാൽ വെൺകുളവും ഇടവയുമാണ്. ഇവിടങ്ങളിലെല്ലാം പുതിയ പുതിയ റിസോർട്ടുകൾ ആരംഭിച്ചു കഴിഞ്ഞു. വളരെ വിശാലമായ ഈ ജലാശയം ഇതുവരെ ഒരു മലിനീകരണവും ബാധിച്ചിട്ടില്ലാത്ത കായലാണ്. ഇടവ കഴിഞ്ഞാൽ കാപ്പിലിൻ്റെ ഭാഗമായ കണ്ണമ്മൂലയാണ്. ഇവിടെയാണ് റെയിൽവേ ട്രാക്കിന് സമീപത്തായി കാപ്പിൽ ഗവൺമെൻറ് ഹൈസ്കൂളും പ്രൈമറി സ്കൂളുകളും സ്ഥിതി ചെയ്യുന്നത്. ഈ കാപ്പിൽ തീരങ്ങളിലും പുതിയ പുതിയ റിസോർട്ടുകൾ പ്രവർത്തന സജ്ജമായി കഴിഞ്ഞു. ഇടവ നടയറക്കായലിൽ പലതരത്തിലുള്ള പക്ഷികളുടെ കൂട്ടത്തെ നമുക്ക് കാണാൻ കഴിയും. ആധുനിക യന്ത്രവൽകൃത ബോട്ടുകൾ അടുക്കുന്നതിനുള്ള ബോട്ട് ജെട്ടികൾ കാപ്പിൽ കടവിലും സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടുന്ന് നെല്ലേറ്റിൽ കടവിലേക്ക് ഗവൺമെൻറ് വക കടത്തുവള്ളമുണ്ട്. ഇതുവരെ കണ്ട കരഭാഗങ്ങളെല്ലാം തിരുവനന്തപുരം ജില്ലയുടെ ഭാഗങ്ങളാണ്. തുടർന്ന് കാണുന്ന കിളിമുക്കം റെയിൽവേ പാലം തിരുവനന്തപുരം, കൊല്ലം ജില്ലകളെ യോജിപ്പിക്കുന്ന പാലമാണ്. അത് കഴിഞ്ഞാൽ കാപ്പിൽ ബീച്ചും കൊല്ലം ജില്ലയുടെ ഭാഗമായ പരവൂർ തെക്കും ഭാഗവും അറബിക്കടലുമായി തൊട്ടുരുമി നിൽക്കുന്നു. വീണ്ടും മടങ്ങി കിളിമുക്കം പാലം വഴി ഇടവ നടയറക്കായലിൽ പ്രവേശിച്ചാൽ കൊല്ലം ജില്ലയുടെ ഭാഗങ്ങളാണ്. കൊല്ലം ജില്ലയിൽ ഭൂതക്കുളത്തിൻ്റെ ഭാഗമായ കലക്കോട്, ഇടയാടി, നെല്ലേറ്റിൽ തുടങ്ങിയ പ്രദേശങ്ങളായി. നെല്ലേറ്റിലും കാപ്പിലുമായ ഈ കായലിൽ കാപ്പിൽ കേന്ദ്രീകരിച്ച് ചുണ്ടൻ വള്ളങ്ങളുടെ വള്ളംകളി മത്സരം നടന്നിരുന്നു. പഴയ കിളിമുക്കം പാലത്തിൻ്റെ ഉയരക്കുറവ് കാരണം വലിയ ചുണ്ടൻ വള്ളങ്ങൾ കൊണ്ടുവരാൻ കഴിയാത്തതിനാലാണ് ആ വള്ളംകളി നിലച്ചത്. ഉയരക്കൂടുതലുള്ള പുതിയ പാലം വന്നതിനാൽ ഗവൺമെൻറ് തലത്തിലുള്ള ഇടപെടലുകളിലൂടെ വള്ളംകളി മത്സരം പുനഃസ്ഥാപിക്കാനായാൽ സ്വദേശീയരും വിദേശീയരുമായ ടൂറിസ്റ്റുകളെ ഇവിടേക്ക് കൂടുതൽ ആകർഷിക്കാൻ കഴിയും. ഹരിഹരപുരം സെന്റ് തോമസ് ദേവാലയത്തിലെ പെരുന്നാളിൻ്റെ തിരുസ്വരൂപ പ്രദക്ഷിണം മകരമാസത്തിലെ 2ാം ശനിയാഴ്ച, മിക്കവാറും ഫെബ്രുവരിയിലെ ആദ്യ ശനിയാഴ്ച ആയിരിക്കും. ശനിയാഴ്ച വൈകിട്ട് 6:30 ദേവാലയത്തിൽ നിന്ന് പുറപ്പെടുന്ന തിരുസ്വരൂപ പ്രദക്ഷിണം ദീപാലങ്കാരങ്ങളോടും ബാൻഡ്, ചെണ്ട തുടങ്ങിയ വാദ്യമേളങ്ങളോടും രാത്രി പള്ളിത്തൊടിയിൽ എത്തുന്നു. അവിടെ നിന്ന് ചങ്ങാടത്തിൽ കൊണ്ടുവരുന്ന തിരുസ്വരൂപങ്ങളെ മുസ്ലിം പള്ളിക്ക് സമീപമുള്ള നെല്ലേറ്റിൽ കടവിൽ ഇറക്കുന്നു. തുടർന്ന് കരയിലൂടെ മതസൗഹാർദ്ദതയുടെ ദീപനാളങ്ങളുടെയും പൂമാലകളുടെയും സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി നെല്ലേറ്റിൽ ഹരിഹരപുരം വഴി സെന്റ് തോമസ് ദേവാലയത്തിൽ ഞായറാഴ്ച രാവിലെ മടങ്ങിയെത്തുന്നു. ഈ ദിവസം രാവിൻ്റെ ഉത്സവാഘോഷം മതസൗഹാർദ്ദതയുടെ മൂർത്തിമത് ഭാവങ്ങളായി
തലമുറകളായി ഈ പ്രദേശങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു. അഞ്ചുമൂർത്തി ക്ഷേത്രത്തിലെ അത്തംനാളിലെ നെടുങ്കുതിരയും ഹരിഹരപുരം വലിയ വീട് മഹാദേവ ക്ഷേത്രത്തിലെ തിരുവാതിരയും കരിമന്തരികം ദേവീ ക്ഷേത്രോത്സവവും ഈ നാട്ടിലെ ജനകീയ ഉത്സവങ്ങളാണ്. ഇവയെല്ലാം കൂടുതൽ ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ കഴിയുന്നവ തന്നെയാണ്. ഹരിഹരപുരത്ത് നിന്ന് റെയിൽവേ സ്റ്റേഷനായ വർക്കലയ്ക്ക് ഏരിയൽ ഡിസ്റ്റൻസ് 4 കിലോമീറ്റർ അകലമേയുള്ളൂ. എങ്കിലും ഈ കായലിൻ്റെ സാന്നിധ്യത്താൽ 10 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കേണ്ടി വരുന്നു. ഇവിടെ നിന്നും തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് 45 കിലോമീറ്റർ ദൂരവും തിരുവനന്തപുരം അന്താരാഷ്ട്ര തുറമുഖത്തേക്ക് 60 കിലോമീറ്റർ ദൂരവുമാണ് ഉള്ളത്. ഇടവ നടയറക്കായലും പരിസര പ്രദേശങ്ങളിലുമുള്ള ശുദ്ധവായുവും ശാന്തതയും സീ ഫുഡും റിസോർട്ടുകളുമെല്ലാം വിനോദസഞ്ചാരികൾക്ക് ഏറെ ഇഷ്ടമാകും. പ്രകൃതി ഒരുക്കിയ ഈ വിസ്മയഭൂമിയിലേക്ക് എല്ലാ വിനോദസഞ്ചാരികളെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. തിരുവനന്തപുരം ജില്ലയിൽ വർക്കല, ഐരൂർ, ഹരിഹരപുരം, സെന്റ് തോമസ് ചർച്ച് പള്ളിത്തൊടിയിൽ ഇടവ നടയാറക്കായലിന്റെ വശ്യമനോഹാരിതയിലൂടെ ഒരു ബോട്ട് യാത്ര. അതിവിശാലമായ കായൽപ്പരപ്പിലൂടെ അതിമനോഹരമായ കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ട് ഒരു ഉല്ലാസ ബോട്ട് യാത്ര. പള്ളിത്തൊടി ബോട്ട് സർവീസസ്, ഹരിഹരപുരം.